നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം. എനിക്ക് വലിയ സന്തോഷം പറയാനുണ്ട്. ആദ്യത്തെ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർക്ക് ഒരു വകുപ്പുണ്ടാക്കിയാണ്. മുതിർന്ന പൗരന്മാർ. ഞാനത് പറഞ്ഞത്, ഒരു സൊസൈറ്റി, ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് ആ സൊസൈറ്റി, ആ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരോട് ഇവിടെ ഉണ്ട് എങ്ങനെ പെരുമാറുന്നു എന്നത് കണക്കാക്കിയ നമ്മൾ പറയും ഈ കാലഘട്ടം ഒരു പിരീഡാണ്. ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരം അവസാനിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾ പറയണം, കേരള സൊസൈറ്റി ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. അവരവരുടെ മുതിർന്ന പൗരന്മാരോട് ഏറ്റവും ഭംഗിയായി പെരുമാറുന്ന ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ മുൻഗണനയിൽ ഈ നാട്ടിലെ മുതിർന്ന പൗരന്മാരുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ ചേർത്ത് നിർത്തണം. വരാനിരിക്കുന്ന തലമുറയോട്, മക്കളോട്, കൊച്ചുമക്കളോട് നീതി പുലർത്താൻ കഴിയണം. കേരളം സെക്കുലറായി നിലനിൽക്കണം, മതസൗഹാർദ്ദം നിലനിൽക്കണം. എല്ലാം നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വമല്ല, അത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസമാണ്. ഇവിടെ അതല്ല, ഇവിടെ ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്. മതങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. എല്ലാവരെയും സഹോദര മതത്തിൽപ്പെട്ട ആളുകൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ സംരക്ഷിക്കുന്ന മതേതരത്വമാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ആരും വർഗീയത പറയരുത് എന്നുള്ള ശക്തമായ നിലപാട് നമുക്ക് ലോകത്തോട്, നമ്മുടെ രാജ്യത്തോട് പറയാൻ കഴിയണം അഭിമാനത്തോടെ. ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കേരളം ഉണ്ടാകണം. എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകുന്നു. അതിന് ഈ കൊച്ചിയുടെ, ഈ നഗരത്തിന്റെ, ഈ ജില്ലയുടെ മുഴുവൻ പിന്തുണ വേണം. എന്റെ കൂടെ 3 മന്ത്രിമാർ കൂടിയുണ്ട്. മിടുമിടുക്കരായ ഐബി ഈഡനും ബെന്നി ബഹനാനും ഫ്രാൻസിസ് ജോർജുള്ള MP-മാരുണ്ട്, ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ. ഈ പൗരാവലിയുടെ പിന്തുണയുണ്ട്. നമുക്ക് ഈ നഗരത്തെയും ഈ ജില്ലയെയും മാറ്റിയെടുക്കാൻ കഴിയണം. കൊച്ചി അത് നമ്മുടെ സ്നേഹമാണോ എന്താണോ എന്നറിയില്ല. ഈ കൊച്ചി ആയിരിക്കരുത് കുറച്ചുനാൾ കഴിയുമ്പോഴുള്ള കൊച്ചി. ഈ രാജ്യത്തിന് മാതൃകയായ ഒരു നഗരമാക്കി നമുക്ക് നമ്മുടെ കൊച്ചിയെ മാറ്റണം. എന്തുമാത്രം വാഹനങ്ങളാണ്! ഏറ്റവും മോഡേണായ ഒരു സിറ്റിയായി നമ്മുടെ നഗരം മാറണം. ഈ നഗരം ഇപ്പോഴുള്ള പരിധിയല്ല, അതിന്റെ അപ്പുറത്തേക്ക് വളരണം. നമുക്ക് ട്വിൻ സിറ്റി എന്നുള്ള സങ്കല്പത്തിലേക്ക് പോവാം. അപ്പൊ ആലുവയൊക്കെ വരും, അങ്കമാലിയൊക്കെ വരും. നമ്മുടെ എയർപോർട്ട് അവിടെയാണ്. നമ്മുടെ കളക്ടറേറ്റ് നഗരത്തിലല്ല, പുറത്താണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകൾ പുറത്താണ്. കുറെ കൂടി നഗരത്തെ വികസിപ്പിച്ച് ഒരു പുതിയ നഗരസങ്കല്പം, അർബൻ പ്ലാനിംഗ് ഞങ്ങളുടെ മുൻഗണനയിലുള്ളതാണ്, പ്രയോറിറ്റിയിൽ ഉള്ളതാണ്. ആ മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന്റെ ഗുണഭോക്താക്കൾ നഗരവാസികൾ മാത്രമല്ല, തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ കൂടി അതിന്റെ ബെനഫിഷ്യറീസ് ആക്കി നമുക്ക് മാറ്റണം. നഗരം അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ എല്ലാം ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടാകണം. നമുക്ക് എറണാകുളത്തിന് മുഖ്യമന്ത്രിയും 3 മന്ത്രിമാരും മികച്ച MP-മാരും 14 MLA-മാർ ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ അത് സാധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് അവസാനത്തേക്ക് മാറ്റിവെക്കില്ല. അതൊരു തുടക്കമാകും.
ഞാൻ സി മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും ഇരിക്കുന്നത് കൊണ്ട് പറയുകയല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ആസ്ഥാനമാക്കി നമുക്ക് ഈ ജില്ലയെ മാറ്റണം. ഫിലിം ഇൻഡസ്ട്രി ഹൈദരാബാദിലും മദ്രാസിലും എല്ലാം ചെയ്തതുപോലെ സിനിമാ രംഗത്ത് ഈ സർക്കാർ ഒരു സിഗ്നേച്ചർ ഇടും. ഞാൻ ഉറപ്പു തരുന്നു, ഒരു കയ്യൊപ്പ് ചാർത്തും. ഈ സർക്കാരിന്റെ ഒരു കയ്യൊപ്പ് സിനിമാ രംഗത്ത് ചാർത്തും. ടൂറിസം രംഗത്ത് അത്ഭുതകരമായ സാധ്യതകളുള്ള സ്ഥലമാണ് നമ്മുടേത്. കടലുണ്ട്, ബാക്ക് വാട്ടറുണ്ട്, വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. എല്ലാം ഇതിനെല്ലാം സംയോജിപ്പിച്ച് ഗതാഗത സംവിധാനങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഒരു റൂം കിട്ടാനില്ല ഈ നഗരത്തിൽ ഇപ്പോ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വർഷം ഈ 6 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കി ആ സമയത്ത് അത് തീർക്കാൻ ഈ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് നൽകുന്നു. നിങ്ങൾ നൽകിയ സ്നേഹപൂർണമായ സ്വീകരണത്തിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഈ നഗരം, ഈ ജില്ല എന്നും കൂടെ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നൽകിയ ആ പൗരസ്വീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. കൊച്ചിക്കൊപ്പം തന്നെ ആലുവ, അങ്കമാലി നഗരസഭകൾ കൂടി ചേർത്തുകൊണ്ട് ട്വിൻ സിറ്റി എന്ന നിലയിലേക്ക് കൊച്ചിയെ വളർത്തും. കൊച്ചിയെ സംസ്ഥാനത്തെ സിനിമാ രംഗത്തിൻ്റെ കാര്യത്തിൽ ഒരു സിനിമാ രംഗത്ത് ഈ സർക്കാർ കയ്യൊപ്പ് ചാർത്തും. കൊച്ചിയെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കേന്ദ്രമാക്കും എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ, കൊച്ചി നഗരത്തിൻ്റെ വളർച്ചയ്ക്കുതകുന്ന നിരവധി പദ്ധതികൾ ഈ സർക്കാർ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിന് കൊച്ചിയിലെ കടവന്ത്രയിൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നൽകിയ പൗരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രതീക്ഷകൾ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾ, അതിന്റെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. മുഖ്യമന്ത്രി വി ഡി സതീശന് കൊച്ചിയിൽ നൽകിയ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നടന്മാരായ മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരും പാലക്കാട് MLA രമേശ് പിഷാരടി, ഇതുകൂടാതെ കൊച്ചിയിൽ നിന്നുള്ള എറണാകുളത്ത് നിന്നുള്ള മന്ത്രിമാരുമൊക്കെ ഈ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.